കൊച്ചിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വടക്കൻ പറവൂർ പോലീസ്. വടക്കൻ പറവൂർ പട്ടണം സ്വദേശിനി കാവ്യമോളുടെ മരണത്തിലാണ് സ്വകാര്യ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പരാതി നൽകിയത്. സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയാണ്. ഞങ്ങൾക്ക് കൃത്യസമയത്ത് കുട്ടിക്ക് വേണ്ടതായ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവരവിടെ വെച്ച് കുട്ടിയെ ചികിത്സിച്ച് വഷളാക്കി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് പോലും നിരീക്ഷണത്തിലാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത്. പിന്നീട് ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി, ഏകദേശം 7 മണിയോടുകൂടി അവർ ആസ്റ്ററിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഗൗരവമായ ഒരു അവസ്ഥ അവർക്കറിയാമായിരുന്നിട്ട് ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, വലിയ പരാതി തന്നെയാണ് സ്വകാര്യ ആശുപത്രിക്കെതിരെ, അവിടെ ലഭിച്ച ചികിത്സയ്ക്കെതിരെയൊക്കെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. എന്താണ് ആശുപത്രി അധികൃതരുടെ ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം? വിനിഷ, ഈ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് 23-ാം തീയതി രാത്രി ഈ പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ ഈ യുവതിയെ പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ച് പ്രസവം നടക്കുന്നു. 2ാമത്തെ പ്രസവമായിരുന്നു കാവ്യമോളുടെ. ആ പ്രസവം സാധാരണ നിലയിൽ തന്നെ നടക്കുന്നു, മറ്റു പ്രശ്നങ്ങളുണ്ടായില്ല. പക്ഷെ പെട്ടെന്ന് ഈ യുവതിയുടെ ആരോഗ്യനില വഷളാവുകയാണ്. അമിത രക്തസ്രാവം ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതിനുശേഷം ആരോഗ്യനില അതീവ ഗുരുതരമാവുകയും ഈ രക്തസ്രാവം നിലയ്ക്കാത്ത സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നീട് ഗർഭപാത്രം നീക്കം ചെയ്യണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിനനുസരിച്ച് ആ ശസ്ത്രക്രിയയിലേക്ക് പോയി. ഇതിനിടെ ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇതോടെ അതീവ ഗുരുതരാവസ്ഥയിലാവുകയും പിന്നീട് വെന്റിലേറ്റർ സഹായത്തോടെ ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റുകയുമായിരുന്നു. അവിടെ വെച്ച് ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ഈ കാവ്യമോളുടെ മരണം സംഭവിക്കുന്നത്. ഇത് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടിയത്. കൃത്യസമയത്ത് ഈ യുവതി ഗുരുതരാവസ്ഥയിലാവുന്നത് സംബന്ധിച്ച കൃത്യസമയത്ത് വിവരങ്ങൾ തങ്ങളെ ധരിപ്പിച്ചില്ല, കൃത്യമായ ചികിത്സ നൽകിയില്ല. ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുനിന്ന്, പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ വിശദീകരിക്കുന്നതനുസരിച്ച് മതിയായ എല്ലാ ചികിത്സയും ഈ യുവതിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കുഞ്ചറി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ഇവർക്ക് അമിത രക്തസ്രാവം ഉണ്ടായതാണ് ഈ പ്രശ്നത്തിന് കാരണമായത്. അത് അപൂർവമായാണ് ഇത്തരത്തിൽ അമിതമായ ഒരു രക്തസ്രാവം ഉണ്ടാവുക. അത് എല്ലാവർക്കും സംഭവിക്കുന്നതല്ല. ഇവരുടെ കാര്യത്തിൽ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ രക്തസ്രാവം നിലയ്ക്കാത്ത സാഹചര്യം. നമുക്ക് ആദ്യം ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. എന്താണ് സംഭവിച്ചത്, അവരുടെ ഭാഗത്തുള്ള പ്രതികരണം എന്താണ് എന്ന് കേട്ടതിന് ശേഷം ഞാൻ ഉമേഷിലേക്ക് തിരിച്ചെത്താം. ഈ സംഭവത്തെക്കുറിച്ച് ആശുപത്രിക്ക് പറയാനുള്ളത്, പട്ടണം സ്വദേശി കാവ്യമോള് 30 വയസ്സ് കഴിഞ്ഞ മാസം ഡിസംബർ 23-ന് ഉച്ചയ്ക്ക് 11:43 ഇവിടെ ഡോൺ ബോസ്കോ ആശുപത്രിയിലെ പ്രസവ ശുശ്രൂഷയ്ക്കായി അഡ്മിറ്റ് ചെയ്തു. 24-ാം തീയതി ക്രിസ്മസിന് തലേദിവസം ഉച്ചയ്ക്ക് 12:52-ന് സാധാരണ ഒരു പ്രസവം നടക്കുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. തുടർന്ന് സാധാരണ കാണാത്തൊരു സംഭവമാണ്, ശക്തിയായ രക്തസ്രാവം ഉണ്ടാവുകയും വേണ്ട ചികിത്സാ നടപടികൾ ആരംഭിക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ മാത്രം സംഭവിക്കുന്ന രക്തസ്രാവം നിലയ്ക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും തുടർച്ചയായി രക്തം പോകുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് ബന്ധുക്കളെ നമ്മുടെ സമയത്ത് അറിയിച്ചു കഴിഞ്ഞാൽ സാധനം വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു രക്തസ്രാവമാണ്, വളരെ കുറച്ച് പേർക്കുണ്ടാവുന്നതാണ്. അത് അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ രക്തസ്രാവം തുടരുന്ന സാഹചര്യത്തില് പിന്നെ നമുക്കൊരവസ്ഥ, മരുന്നുകൾ ഫലിച്ചില്ലെങ്കിലും പിന്നെ ചെയ്യാവുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യുക എന്നൊരു സ്ഥിതിവിശേഷമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ചു, അവർ സമ്മതിക്കും. ഉമേഷ്, ചികിത്സയുടെ എല്ലാ സമയങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലുള്ള ചികിത്സാ വിവരങ്ങൾ ബന്ധുക്കളുമായി ഡിസ്കസ് ചെയ്തിരുന്നു. അവരുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയ ശേഷമാണ് കാവ്യയ്ക്ക് അങ്ങനെയുള്ള ചികിത്സകളൊക്കെയും നൽകിയത് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ കാവ്യമോളുടെ ബന്ധുക്കളുടെ പരാതിയിൽ അത്തരം കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. ഗർഭപാത്രം റിമൂവ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഗർഭപാത്രത്തിൽ ഒരു ചികിത്സ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. വളരെ പെട്ടെന്നാണ്, അവരുടെ സമ്മതമില്ലാതെയാണ് അത്തരം ചികിത്സകളൊക്കെ നടത്തിയത് എന്നാണ് ബന്ധുക്കൾ അപ്പോഴും പറയുന്നത്.
വിനീഷ, ഗർഭപാത്രം നീക്കം ചെയ്യുന്ന കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ ആരോഗ്യനില ഇങ്ങനെ കൂടുതൽ ഗുരുതരമാവുകയും ഒക്കെ ഉണ്ടായി. അതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ആശയവിനിമയം നടത്തിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ഈ ആശുപത്രി മാറുന്നതിനെക്കുറിച്ച് ഈ ഡോൺ ബോസ്കോ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോൾ മാറ്റേണ്ടതില്ല, നിരീക്ഷണത്തിലാണ് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. പക്ഷേ ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നതനുസരിച്ച് ആശുപത്രി മാറ്റാൻ അവർ സന്നദ്ധമായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ആന്തരിക അവയവങ്ങളൊക്കെ സാധാരണ നിലയിലായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. ഈ ബന്ധുക്കളുടെ പരാതി അനുസരിച്ച് ആന്തരികാവയവങ്ങളെല്ലാം തകരാറിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം സാധാരണ നിലയിലായിരുന്നു. അവിടെ വെച്ചാണ് ഇങ്ങനെ മരണം സംഭവിച്ചത്. ഈ രണ്ടാമത് കൊണ്ടുപോയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് മരണം സംഭവിച്ചത്. ഈ ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവും പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല. അമിതമായൊരു രക്തസ്രാവം ഉണ്ടായതാണ് ഇങ്ങനെ മരണം അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്നുള്ളതാണ്. അത് അപ്രതീക്ഷിതമായും അപൂർവമായും സംഭവിക്കുന്ന ഒന്നാണ് എന്നാണ് ഈ ഡോക്ടർമാരുടെ വിശദീകരണം. ഏതായാലും പരാതിയിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പറവൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. വിനീഷ.